യെസ് നോ. ഓ ഹിന്ദി മാസ്റ്റർ അല്ലേ? ഓ യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠമുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠമുള്ള ആളായിരുന്നു. ആ തോന്നി. ബ്ലഡിനുള്ളതാണ്. 10 ഗുണം 10 ഗുണം. സാർ എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വകയിൽ. ആണോ? എന്റെ മോൻ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ 10 o'clock. കൃത്യനിഷ്ഠ. മോളെ മീനു, ഹിന്ദി മാസ്റ്റർ വന്നിരിക്കുന്നു. വേഗം ഒരു പുസ്തകം തന്നുവാ. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. You are right, you are right. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം ബനാ സാറേ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞു പോയതാ. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം. എക്സാം എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാ. നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ എന്തിനാ പാച്ചൂന്ന് വിളിച്ചാ മതി. എന്താ മാറ്റേട്ടാ? ആ പറ്റത്ത രൂപയായി. അയ്യെടുക്ക്. 310 രൂപ. 310? ഇതെന്താ അക്ഷയ പാത്രം? അല്ല, ചെമ്പ് പാത്രം. അല്ല, തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 25 പൈസ. നിന്റെ ഒക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ. 400 തികഞ്ഞില്ലല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോണോ? അതല്ല പാച്ചേട്ടാ. ഒരു പാക്കറ്റ് വിളിച്ചും ഇതേ 2 പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട്. അപ്പൊ 400 തയ്യോ? എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ, മനുഷ്യനാലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോടെ കൂടാമല്ലോ. എന്തിൽ തണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഇല്ലാഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തരുമോ ഇല്ലാഞ്ഞിട്ടല്ലേ? അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ച് നടന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ?
ഒന്നുകിൽ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടെങ്കിൽ പിന്നെ എന്തിനു തെണ്ടത്? നീ എന്ത് ജോലിയും ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? ആ, നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആ കിഴവ മേജറില്ലേ, ആ പെൺകോന്തനോ? ആ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആ തവണയൊന്ന് കാണും. എന്താ കുട്ടി ഇത്? എഴുന്നേൽക്കൂ. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അയ്യേ, അയൽവക്കത്ത് ആരെങ്കിലും കാണും. ഗോപന്റെ വീട് എവിടെയാ? കാസർഗോഡ്. ഒരു പാവപ്പെട്ട കുടുംബം. കെട്ടിക്കാറായ 9 സഹോദരിമാർ. BA പാസ്സായ ഞാൻ നാട് വിട്ടു. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ചുവപ്പ് നാട്, ഭയങ്കര ചുവപ്പ് നാട്. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അസുഖമല്ലമേ, റെഡ് ടേപ്പിസം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി. എടുക്കാൻ പറ്റില്ലേ? കുരുങ്ങിപ്പോയി. അയ്യോ കഷ്ടം. എന്നിട്ട്? തീർന്നില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. എവിടെ വെച്ച്? ഒരു പഴഞ്ചൊല്ലി പറഞ്ഞതാണ്. ആഹാ, അത് ശരി. ഹോട്ടലിൽ പാത്രം കഴുകി, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു. എന്ത് ജോലിയും ചെയ്യാം. എന്റെ അമ്മ എന്നെ ഇവിടെ നിർത്തണം. അല്ല, എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന്. ശമ്പളം വേണ്ടമ്മേ. ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ മതി. അങ്ങനെ ഞാൻ നാളെ വന്ന് ജോയിൻ ചെയ്യാം. പോയാ? എടോ, ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതിയേ. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട. വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല. ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. 2000 rupees സാലറി. ഇത് കിട്ടിയ ഞാൻ MA മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയൻ ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. അത് ശരിയാ. ഈ ബനിയനോട്ട് ചെന്ന എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? ഘോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും. സ്റ്റൈപ്പൻഡ് കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്രയായി? എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത നമുക്കെന്തര്? ഒന്നുമില്ല. നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി. ഞാനും ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ചോദിച്ചത് കേട്ടില്ലേ? പ്രേം. ആ, ഗോപം വന്നോ?
നമസ്കാരം. വന്നോ? നമുക്ക് പുറവശത്തേക്ക് പോകാം. അവിടെയാ സ്ഥല സൗകര്യം. വാ. ഒരുത്തൻ ഇവിടെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? പിന്നെ താനെന്തിനാ ബെല്ലടിച്ചത്? ഇളിക്കാതെ ഞാനേ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് ക്യാബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. Oh, so sharp. ഏ മനുഷ്യ ഹേ തുമാരാ പതി? എന്തോന്ന്? ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം. സാറ് വന്നാട്ടെ. ഇല്ല. ദാ ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക്. ശരി. ധൃതിയില്ല. ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടീന്ന് വിളിക്കണ്ട, മീനു, അത് മതി. മതി, അത് മതി. എനിക്കും അതാ ഇഷ്ടം. മീനു. കൊണ്ടുപോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോടേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല ഇതില്. താൻ പോയി ഒരു നല്ല ചായ ഇട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയല്ലോ. പോയാനാ പറഞ്ഞത്. मीनू देखो, भाग एक निबंध एक। मीनू इधर देखो, एक नदी के किनारे ഒരു പുഴയുടെ കരയിൽ, ഒരു പുഴയുടെ കരയിൽ. ആ, एक नदी के किनारे ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല, അത് തന്നെ, അങ്ങനെ തന്നെ, അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ? അല്ല, നാളെ മാസ്റ്റർ വരണ്ട. നാളെ എനിക്കൊരു പാർട്ടിക്ക് പോണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. ആ. മറ്റന്നാൾ മാസ്റ്റർ വരുമോ? മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? ആ. എന്റെ മൂടും പോയി. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. मैं तुमसे प्यार करता हूं. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ, പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. मैं तुमसे प्यार करती हूँ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു.
സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ല. Stupid. Get out from my classroom. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ ജീവൻ പോലെ ഞാൻ അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചു തരാടാ. എനിക്കത് കാണാം. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപാ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ദാ കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. അല്ലേ അവനെ ഞാൻ ഒതുക്കി, പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ട കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്ങും പൈപ്പിൽ വെള്ളം വരല്ലേ. എങ്ങോട്ടാ എങ്ങോട്ടാ? വരുമ്പോ തുടങ്ങിയിരിക്കാമല്ലോ പടം. ഇതെടുത്തോളാം. മോളുടെ കല്യാണം. കല്യാണം കല്യാണം സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഗോപാ, ഇപ്പൊ കൊണ്ടുവരാം. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതെനിക്കറിയാം. അപ്പോ ഇനി വേറൊരു തമാശ ആക്കണം. നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ. ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേന. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ പഠിച്ചതാ. ദേഖോ. എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്. അബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി ആ പുസ്തകത്തിലുണ്ട്. പുസ്തകമൊന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞതാ മോളെ ഭിക്കാരിയുടെ. തെണ്ടി, യാചകൻ, എലപ്പാളി എന്നൊക്കെ ആ വാക്കിന് അർത്ഥം. എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങൾ ഉണ്ട്. പക്ഷേ ഉറുദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? ഒരു മണ്ണാങ്കട്ടം പറയണ്ട. ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം ഡിക്ഷണറി കൊണ്ടുവരാം. ബെറ്റ് ഉണ്ട് വെക്കാം. അങ്ങനെ വാശി പിടിക്കാതെ. ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. കാബ്രെ. അയ്യോ, അതാർക്കാ അറിഞ്ഞിടാത്ത? ഞാൻ പറയട്ടെ. ഇവിടെ പറയട്ടെ. പറഞ്ഞു കൊടുക്കച്ചാ. വലിയ തമാശക്കാരൻ തന്നെ. പഠിക്കും. ഭിക്കാരി ഭിക്കാരി ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു.
അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരെ. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്താ. വിറക് കീറാനാ, തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരാളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നു? മീനുന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മരാണ്, അല്ല സാറിന്റെ ആണോ? ആ, എന്നാ ഇതിവിടത്തെ അല്ല. എടീ ജാനു, എടീ ധാരതാടി. അയ്യോ, ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. എടാ, നീയല്ലേ അവിടെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കള്ളം പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണ്, എനിക്ക് അറിഞ്ഞൂടമ്മേ. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. अरे ओ मीनू, आ गया तुम्हारा मास्टर जी. हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ. आइए आइए आइए, इधर बैठना. इधर ബൈട്ടോന് അതെന്തോന്ന്? ബൈട്ടോനൊക്കെ ഇപ്പൊ സമയമില്ല. എന്നാ അറിയാവുന്ന ഭാഷ പറയാം. ഇങ്ങോട്ടിരിക്കാം. മേലെ പെയിന്റിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടാണ്. മീനു, ഉള്ളത് പറയണമല്ലോ. എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ? ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? ആർക്കാ അച്ഛാ പരിഭവം? ഞങ്ങള് വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ 2 ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടി ഒന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? അതെന്തോന്ന്? അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയും. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ. എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാച്ചിയാ മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല. ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചേച്ച് വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്. തൊലച്ചു. തുളച്ചെങ്കിൽ പെരിച്ചാഴിയായിരിക്കും. അച്ഛനൊന്നും മിണ്ടായിരിക്കും. സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തിരട്ടുന്നുണ്ടോ? അതല്ല, എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടോ? മോളെ, ടീച്ചർ വരുന്നുണ്ടോ നോക്ക്. ചെല്ലേ. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രേ ഉള്ളോ? നല്ല 1-ാം തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പം മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം. എനിക്ക് പോണോ? ഈ നിലയിൽ വെളിയിൽ പോയാലേ
വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ അയ്യോ ടീച്ചറായിരിക്കും. അയ്യോ അമ്മേ അയ്യോ വരൂ ടീച്ചർ. ഇത് മാസ്റ്റർ. അയ്യോ ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കേ ടീച്ചർ. മീനു, അച്ഛനെവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാൻ ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ, 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 അച്ഛ ടീച്ചറെ വിളിക്കുന്നു. അച്ഛാ, അച്ഛന് നല്ല സുഖമില്ല മോളെ. ടീച്ചറെ ഊണ് കഴിച്ചിട്ട് വേഗം പൊക്കോളാൻ പറ. അല്ലച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവനും ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛന് വേറൊരു നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ? ആ, വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. ഏ മേജർ സാറേ, മേജർ സാറേ, വരൂ നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ, ചുക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കു ചും. ദാ കഷായം വയറ്റുവേദനയ്ക്ക്. ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, ഏ? ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കൂ. മീശയ്ക്കോ? വയറ്റുവേദനയോ? ചേടാ, എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തര അയ്യണ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ചേടാ പല തവണ ആ എംബോക്കെ നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്ന ഒരു തെണ്ടി ഈ തറവാടിന് മാനം കളയുമല്ലോ ഭഗവാനെ. നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ, അവൻ അവൻ ഒന്ന് പറ. പോയി നോക്ക്. എവിടെ? ചെല്ലേ. ദേ ഞാൻ അവിടെ പുറകിൽ പുറകിൽ. എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. എടാ, എടീ, പട്ടാപ്പകൽ ഇങ്ങനെ കൂട്ടാൻ നിനക്ക് നാളല്ലേടി? നീ ഒരു പെണ്ണാണോ? എടീ, ഞങ്ങൾക്ക് മാനം വരെ ജീവിക്കണേ. തള്ളേ തള്ളയോ? തള്ള നിന്റെ അടുത്തത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അമ്മ ഈ കാറ്റ് വന്നിട്ട് ഇതിന്റെ
സംഭവിച്ചത്. അയ്യോ, ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം നീ എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇടി നിന്നെ ഞാൻ തെമ്മാത്തമ്മണ്ടല്ലോ. ഇവിടെ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണല്ലോ. എന്റെ ഭാര്യയ്ക്ക് എത്ര ഭർത്താക്കന്മാരാ നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദാ, ഇറങ്ങ് പുറത്ത്. ഇറങ്ങാൻ കാസർഗോട്ടുള്ള എന്റെ കുടുംബം. അവന്റെ ഒരു കുടുംബം ആ വിചാരം കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. സരസ്വതി, ഈ ഞാൻ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞേക്കാം. എടാ, പോടാ. പുറത്തിറങ്ങണ്ട, അതിലൂടെ അങ്ങ് പോ. ഈ കാറ്റ് വന്ന് ഇതിന്റെ ഇതിനെ അടിച്ച് നിങ്ങളോട് ഞാൻ ഇനി വരാൻ പറഞ്ഞില്ലേ?